ആധുനിക ലോകത്ത് വരാൻ പോകുന്ന സംഘർഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു സ്ഥാനമാണ് ദീർഘദൂര ഡ്രോണുകൾക്കുള്ളത്. 1000 കിലോമീറ്റർ വരെ ലക്ഷ്യത്തിലെത്താനുള്ള ദൂരപരിധി, 7 മുതൽ 8 മണിക്കൂർ വരെ തുടർച്ചയായി വായുവിൽ തുടരാനുള്ള ശേഷി, 50 കിലോഗ്രാം വരെ പേലോഡ് വഹിക്കാനുള്ള കഴിവ്, ഇതെല്ലാമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച KAL ദീർഘദൂര വൺ വേ അറ്റാക്ക് ഡ്രോണിന്റെ സവിശേഷതകൾ. നിർണായകവും തന്ത്രപ്രധാനവുമായ ലക്ഷ്യങ്ങളെ ദൂരത്ത് നിന്ന് കൃത്യമായി ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ഡ്രോൺ ആളില്ല യുദ്ധ പ്ലാറ്റ്ഫോമായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. യുദ്ധ സാഹചര്യങ്ങളിൽ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കാതെ ദൂരെ നുഴഞ്ഞുകയറ്റ ദൗത്യങ്ങൾ നടത്താൻ കഴിയുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക രംഗത്തെ സുപ്രധാന മുന്നേറ്റമായി വിലയിരുത്തപ്പെടുന്നതിനൊപ്പം ആഗോള പ്രതിരോധ വിപണിയിലും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും സുരക്ഷാ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ദീർഘദൂര ആക്രമണ ശേഷിയുള്ള സ്വയംഭരണ ഡ്രോണുകൾക്ക് വലിയ ആവശ്യകതയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് മേഖല, പശ്ചിമേഷ്യ, യൂറോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളും അതിർത്തി സംഘർഷങ്ങളും പരമ്പരാഗത മിസൈലുകളെക്കാൾ കുറഞ്ഞ ചെലവിൽ പ്രവർത്തിക്കുന്ന ഡ്രോണുകളുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത KAL ഡ്രോണിനെ അന്താരാഷ്ട്ര കയറ്റുമതിക്കായി തയ്യാറാക്കുന്നത്. ആവശ്യമായ എല്ലാ സർക്കാർ അനുമതികൾക്കും കയറ്റുമതി നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ടായിരിക്കും ഈ പദ്ധതി മുന്നോട്ടു പോകുന്നത്. KAL ഡ്രോൺ ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയ ഇറാന്റെ ഷാഹദ് 136 വിഭാഗത്തിലുള്ള ദീർഘദൂര വൺ വേ ആക്രമണ ഡ്രോണുകളുമായി സാമ്യമുള്ള വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട ഇത്തരം ഡ്രോണുകൾ കുറഞ്ഞ ചെലവിൽ ശത്രുവിന്റെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും തെളിയിച്ചിരുന്നു. ഇതേ വിഭാഗത്തിൽ റഷ്യയുടെ ഗെറാൻ 2 ഡ്രോണും അമേരിക്ക വികസിപ്പിച്ച ലുക്കാസ് സംവിധാനവും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ KAL ഇന്ത്യയുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയും ഭാവിയിലെ അന്താരാഷ്ട്ര പ്രതിരോധ വിപണി ലക്ഷ്യമിട്ടുമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഒഡീഷ ആസ്ഥാനമാക്കിയുള്ള സ്റ്റാർട്ടപ്പായ IG ഡിഫൻസ് KAL കയറ്റുമതി ചെയ്യുന്നതിനായി ഒന്നിലധികം ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തുകയാണ്. അമേരിക്കയുമായും ഇസ്രായേലുമായും നടന്ന യുദ്ധത്തിൽ ഇറാനിയൻ ഷഹദ് ക്ലാസ് ആളില്ലാ സംവിധാനങ്ങൾ തെളിയിച്ചതുപോലെ ആധുനിക യുദ്ധത്തിൽ ഒരു തന്ത്രപരമായ സ്റ്റാൻഡ് ഓഫ് ആയുധമായി മാറാൻ പോകുന്ന ഒരു വൺ വേ ലോങ് റേഞ്ച് ആക്രമണ ഡ്രോണാണ് KAL. കമ്പനിയുടെ അഭിപ്രായത്തിൽ KAL മറ്റ് 3 രാജ്യങ്ങൾ മാത്രമേ കൈവശം വെച്ചിട്ടുള്ളൂ. ഭാവിയിലെ യുദ്ധക്കളം സ്വയംഭരണാധികാരമുള്ളതും ദീർഘദൂര കൃത്യത ഉള്ളതുമായ ആക്രമണ ശേഷിയുള്ള ഡ്രോണുകളാൽ കൂടുതലായി നിർവചിക്കപ്പെടും. നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വാശ്രയത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ KAL ഒരു പ്രധാന നാഴികക്കല്ലാണ്. കൂടാതെ ലോകോത്തര തദ്ദേശീയ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള നമ്മുടെ കഴിവ് ഇതിലൂടെ പ്രകടമാക്കുന്നു എന്നുമാണ് IG ഡിഫൻസിന്റെ സ്ഥാപകനും CEOയുമായ ബോധിസത്വ സംഘപ്രിയ പറയുന്നത്. ആധുനിക യുദ്ധത്തിന്റെ മുഖച്ഛായ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ KAL പോലുള്ള സ്വയംഭരണ ആക്രമണ ഡ്രോണുകളുടെ വികസനം ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ വളർച്ചയുടെ മറ്റൊരു സുപ്രധാന ചുവടുവയ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തിന്റെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഒപ്പം ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ സാന്നിധ്യം വിപുലീകരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുമാണ് ഈ പദ്ധതി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയാൽ ആധുനിക ആളില്ലാ യുദ്ധ സാങ്കേതിക വിദ്യകളുടെ മേഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുമെന്ന പ്രതീക്ഷയാണ് പ്രതിരോധ മേഖലയിലുള്ളവർ പങ്കുവെക്കുന്നത്.